ജീവിത വ്രതമാക്കി ആസ്വദിച്ച ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ലോകത്തിൽ. മറ്റാരുമല്ല, അത് ക്വീൻ വിക്ടോറിയ ആയിരുന്നു. മയക്കുമരുന്നിന്റെ ലഹരി ഇത്രയേറെ ആസ്വദിച്ച ഒരു ഭരണാധികാരിയെ ലോകം കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. കറുപ്പ് അഥവാ ഓപ്പിയമായിരുന്നു രാജ്ഞിയുടെ പ്രിയപ്പെട്ട ലഹരിയിലൊന്ന്. ലോക ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ ഡ്രഗ് കിങ് പിൻ എന്നാണ് ഒരിക്കൽ ടൈം മാഗസിൻ രാജ്ഞിയെ വിശേഷിപ്പിച്ചത്. ലോകം കണ്ട ഏറ്റവും വലിയ ലഹരി രാജാക്കന്മാർ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ ലഹരിയുടെ സാമ്രാജ്യ അധിപയായി രാജ്ഞി മാറി. പൈപ്പിൽ വലിക്കുന്നതിന് പകരം ലോധനം എന്നറിയപ്പെടുന്ന ദ്രാവക രൂപത്തിലാണ് ക്വീൻ ഇത് സേവിച്ചിരുന്നത്. കറുപ്പിന്റെ സത്ത് മദ്യത്തിൽ കലർത്തി ഉണ്ടാക്കുന്ന ഈ ലോധനം കഴിച്ചുകൊണ്ടാണ് രാജ്ഞി തന്റെ ദിവസം ആരംഭിച്ചിരുന്നത് പോലും. നിയമവിധേയമായിരുന്ന കൊക്കെയിനും രാജ്ഞിയുടെ പ്രിയപ്പെട്ട ലഹരികളിൽ ഒന്നായിരുന്നു. പലപ്പോഴും വേദനകൾക്കും അസ്വസ്ഥതകൾക്കുമുള്ള മരുന്നുകളായിരുന്നു ഈ ലഹരികൾ. അതിലുപരി അകത്തു ചെന്നാൽ ലഭിക്കുന്ന ആത്മവിശ്വാസം ചെറുതായിരുന്നില്ലത്രേ. എന്നാൽ രാജ്ഞിയെ ലോകത്തെ വലിയ ഡ്രഗ് റാക്കറ്റിന്റെ നേതാവാക്കിയത് വ്യക്തിപരമായ താല്പര്യമായിരുന്നില്ല. അതിനു പിന്നിൽ ചൈനയെ സാമ്പത്തികമായി ഒതുക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. 1837 വിക്ടോറിയ കിരീടം ധരിക്കുമ്പോൾ തേയില ഇറക്കുമതി കാരണം ബ്രിട്ടൻ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയായിരുന്നു. തേയില വിറ്റ് ചൈന ധനികരാകുമ്പോൾ ബ്രിട്ടൻ തകർന്നടിഞ്ഞു. ഇതിന് പ്രതിവിധിയായി രാജ്ഞി കണ്ടെത്തിയത് കറുപ്പാണ്. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന ഇന്ത്യയിൽ വിളഞ്ഞിരുന്ന കറുപ്പ് വേദന സംഹാരി എന്ന പേരിൽ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തു. പതിയെ ചൈനക്കാർ കറുപ്പിന് അടിമകളായി. രാജ്ഞി കറുപ്പിന്റെ വില ഉയർത്തി. തേയില വിറ്റ് ചൈന നേടിയതെല്ലാം കറുപ്പിന് മുന്നിൽ അടിയറ വെക്കേണ്ടി വന്നു. ഇത് അവസാനിപ്പിക്കാൻ ചൈന വൈസ്രോയ് ലിൻ സെഷുവിനെ നിയമിച്ചു. അദ്ദേഹം രാജ്ഞിക്ക് കത്തയച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ 1839 ലിൻ കറുപ്പുമായി വന്ന ബ്രിട്ടീഷ് കപ്പൽ തടഞ്ഞ് 2.5 മില്യൺ പൗണ്ട് കറുപ്പ് കടലിൽ തള്ളി. ഇതിൽ കോപാകുലയായ 20 വയസ്സുകാരിയായ വിക്ടോറിയ രാജ്ഞി യുദ്ധം പ്രഖ്യാപിച്ചു. കറുപ്പ് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ചൈനീസ് സൈന്യത്തെ തകർത്തു. കീഴടങ്ങാൻ നിർബന്ധിതരായ ചൈന കറുപ്പ് ഇറക്കുമതിക്കായി കൂടുതൽ തുറമുഖങ്ങൾ തുറക്കുന്നതടക്കമുള്ള ഏകപക്ഷീയമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ലഹരിയെ വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിച്ച രാജ്ഞി ഒരു രാഷ്ട്രത്തെ തകർക്കാൻ അത് ആയുധമാക്കി മാറ്റുകയായിരുന്നു. ശ്രദ്ധേയമായ ഒരു വസ്തുതയുണ്ട്. ചൈനയിലേക്ക് അളവില്ലാതെ കറുപ്പ് കയറ്റുമതി ചെയ്തെങ്കിലും കൊക്കെയിൻ ഒരിക്കലും രാജ്ഞി ചൈനയിലേക്ക് അയച്ചില്ല. എന്തുകൊണ്ടെന്നാൽ കൊക്കെയിൻ സുരക്ഷിതമായ പാർശ്വഫലങ്ങളില്ലാത്ത ആരോഗ്യകരമായ എനർജി ബൂസ്റ്ററായിട്ടാണ് രാജ്ഞി കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് അത് ചൈനയ്ക്ക് വിൽക്കാൻ രാജ്ഞി തയ്യാറായിരുന്നില്ലത്രേ.